ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ബിഗ് ബോസിൽ വീണ്ടും വൻ അടി നടക്കുകയാണ്. അടി നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിസയിൽ പിന്നെയും റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ എന്താ പൊട്ടന്മാരായിട്ട് ഇരിക്കുകയാണോ എന്താണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഒരു 2-3 ആളുകൾ മാത്രമാണ്. അനുമോൾ പ്രതികരിക്കുമ്പോൾ അതിന് ജിസയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ ഫോൾട്ട് ഇപ്പോഴും ആരടുത്തും തുറന്ന് പറയുന്നില്ല. നിയമം ലംഘിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നില്ല. ബിഗ് ബോസ് ആണെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ജിസയിൽ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. സ്വയം അവൾ വന്നിട്ട് മുന്നോട്ട് പറയട്ടെ എന്ന രീതിയിലാണ് ബിഗ് ബോസ് നിൽക്കുന്നത്. പക്ഷേ ജിസയിൽ പഠിച്ച കള്ളിയാണ്. ഒന്നിനും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഞാൻ പിടിച്ച മുയലിന് 16 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാനത് ചെയ്യുന്നില്ല. ഞാൻ റൂൾസൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റ് ഇഷ്യൂ വന്നിട്ടുള്ളത് ഡ്രസ്സിൻ്റെ പേരിലാണ്. ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഡ്രസ്സ് ജിസയിൽ അണിയുന്നില്ല. വേറെ സ്വന്തം കയ്യിൽ ഇപ്പോഴും 3-4 ഡ്രസ്സ് വെച്ചിരിക്കുകയാണ്. അതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ജിസയിൽ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഇട്ടിട്ടുള്ളത് എനിക്ക് ബിഗ് ബോസ് തന്നിട്ടുള്ള ഡ്രസ്സ് കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അനുമോള് പറയുന്നുണ്ട് അത് നീ കീറിയതാവും, അല്ലാതെ കീറാൻ ചാൻസ് ഇല്ല എന്ന്. അങ്ങനെ അവൾ കീറിയതല്ല, അങ്ങനെ എനിക്ക് കീറേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ ഡ്രസ്സൊക്കെ കീറി എന്ന് വരും, നിന്നെപ്പോലെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോളിന് ഹൈറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഭയങ്കരമായി ട്രിഗർ ആവുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, കരയുന്നുണ്ട്. ഹൈറ്റിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അവഗണനകൾ നേരിട്ടതാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ സങ്കടം വരുമെന്ന് പറഞ്ഞിട്ട് പിന്നീടും അതിനെപ്പറ്റി ആലോചിച്ച് കരയുന്നുണ്ട്, എല്ലാവരുടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിസയിൽ ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യുന്നതിന് സൺഡേ ലാലേട്ടൻ വന്നിട്ട് നന്നായിട്ട് വഴക്ക് പറയണം. നല്ലൊരു പണിഷ്മെൻ്റ് എന്തായാലും കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി പെട്ടി പോയിട്ടൊന്നും ജിസയിൽ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഭയങ്കരമായൊരു വലിയ പണിഷ്മെൻറ്റ് ജിസയിലിന് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളാരും എന്താണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഇപ്പോഴും നമുക്ക് 15 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ഒരു 3 പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.